ഹലോ ഗൈസ്, മൂരാട് പാലത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ പ്രവാസികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നത് എന്ന് പറയണേ. ദുബായിൽ നിന്നാണ് ദുബായ്, ഖത്തറാണ് ഖത്തർ, സൗദിയാണ് സൗദി, ബഹ്റൈനാണ് ബഹ്റൈൻ, ഒമാനാണെങ്കിൽ ഒമാൻ, ഏത് രാജ്യമാണെങ്കിലും ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടി പങ്കുവെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ വിളക്കുകാലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ രാത്രി ഇത് കത്തുന്നില്ല, ഇതൊക്കെ കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും അടിപൊളി വർക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗം കണ്ടോ, 3 വരി പാതയാണ് ഈ ഭാഗം. നേരെ തൊട്ടപ്പുറത്തുള്ള പാലവും 3 വരിയാണ്. അപ്പം 6 വരി 2 പാലങ്ങളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഡബിൾ പാലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും മനോഹരമായ കാഴ്ചയാണ്, ഗംഭീരമാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫുട്പാത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് നടന്ന് ഇതിലെ കാഴ്ചകളൊക്കെ കാണാം, ആസ്വദിക്കാം. ഇത് ആസ്വദിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇത് നടക്കാൻ വേണ്ടിയാണോ എന്ന് മനസ്സിലായിട്ടില്ല. ഏത് തന്നെയാലും ഇതിൻ്റെ അടിയിൽ ഈ പൈപ്പും അതുപോലെ വയറുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലാബുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നടക്കുകയും ചെയ്യാം. ഇതാണ് കുറ്റ്യാടിപ്പുഴ. മൂരാടെത്തുമ്പോൾ അതിൻ്റെ പേര് മൂരാട് പുഴ എന്നായി മാറും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഇത് തന്നെ അതിമനോഹരമായ അതിബൃഹത്തായ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ ഇത് കാണുമ്പോൾ പറയാൻ. ഞാനിപ്പോൾ കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് പാലത്തിലാണുള്ളത്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് കൂടി കാണണം. അവിടെയാണ് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ പഴയ പാലം ഉള്ളത്. മൂരാട് നമ്മൾ ഒക്കെ ധൈര്യത്തിൽ ഇത്രയും കാലം സഞ്ചരിച്ച 83 വർഷത്തോളം നമുക്ക് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ സാധിച്ച ആ പാലം, അതൊക്കെ എന്താ പറയുക, ഇപ്പം നൊസ്റ്റാൾജിയ എന്ന് പറയേണ്ടി വരും. അതായത് പുതിയ പാലത്തിന് വേണ്ടി പഴയ പാലം വഴിമാറിക്കൊടുത്തു എന്ന് പറയാം. ഇവിടെ നിന്നാൽ തന്നെ കുറേ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങളും അതുപോലെ തന്നെ പല നമ്മളിതുവരെ കാണാത്ത വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. വാഹനങ്ങൾ പോകുമ്പോൾ പാലം ചെറുതായിട്ടൊന്ന് ജെർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി പ്രകാശം തരാൻ വേണ്ടി ഇവിടെ നല്ല പ്രകാശം കൂടിയ LED ലൈറ്റ് കേട്ടോ. നല്ല ലൈറ്റാണ് സ്ഥാപിച്ചത്. അത് ഞാൻ കണ്ടിട്ടല്ല പറഞ്ഞത്. ഈ ലൈറ്റ് ഞാൻ വേറെ സ്ഥലത്ത് കണ്ടു. ഇത് രാത്രി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി രാത്രി ദൃശ്യം കൂടി നമുക്ക് ഇതിലൂടെ തന്നെ പകർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ഒന്ന് പകർത്തിയെടുക്കണം. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ്. എന്താ നല്ല ഭംഗിയില്ലേ? നിങ്ങൾ അഭിപ്രായം പറയും. എന്ത് ഭംഗിയാന്ന് നോക്ക്. ഒരു ചെറിയൊരു വിമാനത്തിനൊക്കെ വന്നിറങ്ങാൻ പറ്റുന്ന കോലത്തിലാണ് ഇപ്പോൾ ഈ ഒരു പാലം ഉള്ളത്. കണ്ടോ എത്ര വൃത്തിയിലുള്ളത്, നല്ല മനോഹരമാണ്. പിന്നെ ഗൈസ്, ഞാൻ ചില വാക്കുകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വന്നു പോകുന്നതായിരിക്കാം. പിന്നെ ക്യാമറ ഓണാക്കിയാൽ എന്താണ് പറയേണ്ടത്, എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ നമുക്ക് ചിലപ്പം പിടുത്തം വിട്ടുപോകും. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. പിന്നെ പഴയ പാലത്തിൻ്റെ ആർച്ചിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇതുണ്ടോ, ചെറുതായിട്ട് അത്രയും ഉയരത്തിലാണ് ഈ പാലുള്ളത്. നമ്മൾ ഇപ്പം നിൽക്കുന്ന പാലം പഴയ പാലത്തിൻ്റെ ആർച്ചിൻ്റെ മേലെയും കൂടി കടന്നു പോകുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ വലിയ സംഭവം കേട്ടോ. അപ്പം ഗൈസ്, ഞാൻ സ്കൂട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി ആ ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ അപ്പുറം എത്തിയിട്ട് അതിൻ്റെ വിശാലമായ കാഴ്ചകൾ കാണിച്ചു തരാം.